والسلام على من لا نبي بعده. സഹീഹ് തർഗീബ് വത്തർഹീബിലെ കിതാബുൽ ഇഖ്ലാസിലെ അടുത്ത ഭാഗം അത്തർഹീബു മിന ദിയാഇ വമാ യഖൂലുഹു മൻ ഖാഫ ശൈഅൻ മിൻഹു. റിയാവുമായി ബന്ധപ്പെട്ട് റിയായിനെ സൂക്ഷിക്കണം, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. അതായത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ മറ്റാരെങ്കിലും കാണാൻ വേണ്ടിയോ അല്ലെങ്കിൽ അവരറിയാൻ വേണ്ടിയോ ചെയ്യുന്നതാണ് റിയ എന്ന് പറയുന്നത്, ലോകമാന്യത എന്നെല്ലാം പറയുന്നു. ഒരാളുടെ അമലിനെ തകർത്തു കളയുന്ന, അവന്റെ ഇഖ്ലാസിനെ ഇല്ലാതാക്കുന്ന കാര്യമാണ് റിയ. ആ വിഷയവുമായി ബന്ധപ്പെട്ട ഹദീസുകളാണ് വായിക്കുന്നത്. ഇതിൽ ഒരേ ഹദീസിന്റെ 2 റിവായത്ത് കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് മാത്രമാണ് നമ്മൾ വായിക്കുന്നത്. രണ്ടും ഒരേ ആശയമാണ്. أن عقبة بن مسلم حدثه أن شفيا الأسبحي حدثه. താബീങ്ങളിൽ പെട്ട ഷുഫയ്യൻ അൽ അസ്ബഹി റഹിമഹുല്ലാഹ് അദ്ദേഹം അന്നഹു ദഖല അൽ മദീനത ഫഇദാ ഹുവ ബിറജുലിൻ ഖദ് ഇജ്തമഅ അലൈഹി الناس. അദ്ദേഹം മദീനയിലേക്ക് ഒരു ദിവസം വന്നു, അഥവാ മസ്ജിദ് നബവിയിലേക്ക്. അപ്പോൾ അവിടെ ആളുകൾ ഒരു വ്യക്തിയുടെ ചുറ്റുമായിക്കൊണ്ട് അടുത്തായിക്കൊണ്ടിരിക്കുന്നത് കണ്ടു. ഫഖാല മൻ ഹാദ. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഇതാരാണ്, ആരുടെ അടുക്കലാണ് ആളുകൾ ഇരിക്കുന്നത്? ഖാലു അബൂ ഹുറൈറ. അപ്പോൾ ആളുകൾ പറഞ്ഞു, അത് അബൂ ഹുറൈറയാണ്. ഖാല ഫദനൗതു മിൻഹു. അദ്ദേഹം പറയാണ്, ഞാൻ അബൂ ഹുറൈറയുടെ അടുത്തേക്ക് ചെന്നു. ഹത്താ ഖഅദ്തു ബൈന യദൈഹി. അദ്ദേഹത്തിന്റെ വളരെ അടുത്തിരുന്നു. വഹുവ യുഹദ്ദിസു الناس ഫലമ്മാ സഖത വഖലാ. അങ്ങനെ അദ്ദേഹം ജനങ്ങളോട് സംസാരിക്കുകയാണ്, ഹദീസുകൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാവരും പോയി. അദ്ദേഹം ഒറ്റക്കായപ്പോൾ ഖുൽതു ലഹു, ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, അസ്അലുക ബിഹഖ്ഖിൻ വബിഹഖ്ഖിൻ ലിമാ ഹദ്ദസ്തനി ഹദീസൻ സമിഅതഹു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅഖിൽതഹു വഅലിംതഹു. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു ഹദീസ് എനിക്ക് പറഞ്ഞു തരണം, നിങ്ങൾ പഠിച്ച മനസ്സിലാക്കിയ ഒരു ഹദീസ്. فقال أبو هريرة رضي الله عنه أفعل لأحدثنك حديثا حدثنيه رسول الله صلى الله عليه وسلم أقلته وعلمته. അബൂ ഹുറൈറ ഈ താബിഈയായിട്ടുള്ള വ്യക്തിയോട് പറഞ്ഞു, ഞാൻ നിനക്ക് അങ്ങനെ ചെയ്യാം, ഞാൻ നിനക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഞാൻ പഠിച്ച് മനസ്സിലാക്കിയ ഒരു ഹദീസ് ഉദ്ധരിക്കാമെന്ന് പറഞ്ഞു. ثم نشغ أبو هريرة نشغة فمكثنا قليلا ثم أفاق. പിന്നെ അബൂ ഹുറൈറ പെട്ടെന്ന് എന്തോ വിങ്ങിപ്പൊട്ടി ക്ഷീണിച്ചു പോകുന്ന പോലെയായി കുറച്ചു നേരം. അതിനുശേഷം വീണ്ടും അദ്ദേഹം സാധാരണഗതിയിലായപ്പോൾ ഫഖാല, അദ്ദേഹം പറഞ്ഞു, ലൗ ഉഹദ്ദിസന്നക ഹദീസൻ ഹദ്ദസനീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന വഹുവ ഫീ ഹാദൽ ബൈത്ത് മാ മഅനാ അഹദുൻ ഗൈരി വഗൈറുഹു. എന്നിട്ട് അബൂ ഹുറൈറ പറഞ്ഞു, ഞാൻ നിനക്ക് ഹദീസ് ഉദ്ധരിച്ചു തരാം, ഈ ഭവനത്തിൽ വെച്ച്, അഥവാ മസ്ജിദ് നബവിയിൽ വെച്ച് ഞാനും റസൂലുള്ളാഹി മാത്രമേ ഉള്ളപ്പോ റസൂലുള്ളാഹി എനിക്ക് പറഞ്ഞു തന്ന ഹദീസ് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ثم نشغ أبو هريرة نشغة أخرى ثم أفاق ومسح عن وجهه. വീണ്ടും കുഴഞ്ഞു പോകുന്നത് പോലെ വിങ്ങിപ്പൊട്ടിക്കൊണ്ട് കുറച്ചു നേരമായി അബൂ ഹുറൈറ. എന്നിട്ട് മുഖം തുടച്ചുകൊണ്ട് വീണ്ടും പറഞ്ഞു, ഫഖാല അഫ്അൽ, ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ലൗ ഹദ്ദിസന്നക ഹദീസൻ ഹദ്ദസനീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ ഫീ ഹാദൽ ബൈത്ത് മാ മഅനാ അഹദുൻ ഗൈരി വഗൈറുഹു. നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും പറഞ്ഞു, റസൂലുള്ളാഹി ഈ വീട്ടിൽ വെച്ച് ഞങ്ങൾ രണ്ടാളും മാത്രമുള്ളപ്പോൾ എനിക്ക് പറഞ്ഞു തന്ന ഹദീസ് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ثم نشغ أبو هريرة نشغة شديدة ثم مال خارا على وجهه فأسندته طويلا. പിന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വല്ലാതെ വിങ്ങിപ്പൊട്ടി ക്ഷീണിച്ച് ഈ വ്യക്തി, സാബിയായ വ്യക്തി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ കുറച്ചു നേരം താങ്ങി നിൽക്കേണ്ട അവസ്ഥയിൽ വരെ ആയി. ഹദീസ് ഉദ്ധരിക്കും 3 തവണ അവസ്ഥയിലായി. ثم أفاق, എന്നിട്ട് പറഞ്ഞു, فقال حدثني رسول الله صلى الله عليه وسلم. رسول الله صلى الله عليه وسلم നോട് പറഞ്ഞു, إن الله تبارك وتعالى إذا كان يوم القيامة
അന്ത്യനാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യൻസിലു ഇലൽ ഇബാദ് അടിമകളിലേക്ക് ഇറങ്ങി വരും. അടിമകളിലേക്ക് വിചാരണയ്ക്കും പ്രതിഫലം നൽകാനുമായിട്ടൊക്കെ ഇറങ്ങി വരും. ലിയഖ്ദിയ ബൈനഹും അവരിടയിൽ വിധി കൽപ്പിക്കാൻ. വകുല്ലു ഉമ്മത്തിൻ ജാസിയ അന്ന് എല്ലാ ആളുകളും മുട്ടുകുത്തി നിൽക്കുന്ന അവസ്ഥയിലായിരിക്കും. ഫഅവ്വലു മൻ യുദ്ആ ബിഹി റജുലുൻ ജമഅൽ ഖുർആൻ അതിലാദ്യം വിളിക്കപ്പെടുന്ന ആളെന്ന് പറഞ്ഞാൽ ഖുർആൻ പഠിച്ചിട്ടുള്ള, ഖുർആനെ കുറിച്ച് അറിവുള്ള ആളായിരിക്കും. വറജുലുൻ ഖുതില ഫീ സബീലില്ലാഹ് രണ്ടാമത്തെ ആള് അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ട വ്യക്തിയായിരിക്കും. വറജുലുൻ കസീറുൽ മാൽ മൂന്നാമത്തെ ആള് ധാരാളം സമ്പത്ത് നൽകിയിട്ടുള്ള ആളായിരിക്കും. ഫയഖൂലു അല്ലാഹു അസ്സ വജല്ല ലിൽ ഖാരി അല്ലാഹു തആല ഈ ഖുർആൻ പഠിച്ചിട്ടുള്ള ആളോട് ചോദിക്കും, അലം ഉഅല്ലിംക മാ അൻസൽതു അലാ റസൂലി അല്ലാഹു ചോദിക്കും, ഞാൻ നിനക്ക് എന്റെ റസൂലിന്റെ മേലെ ഞാൻ ഇറക്കിയത് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടില്ലേ? ഖാല ബലാ യ റബ്ബി ആ വ്യക്തി പറയും, അതേ റബ്ബേ. ഖാല ഫമാ അമിൽത ഫീമാ അലിംത നീ അറിഞ്ഞതുകൊണ്ട് നീ എന്താണ് പ്രവർത്തിച്ചത് എന്ന് ചോദിക്കും. ഖാല ആ വ്യക്തി പറയും, കുൻതു അഖൂമു ബിഹി ആനാ അൽ-ലൈലി വ ആനാ അൻ-നഹാർ അയാൾ പറയും, ഞാൻ ആ ഖുർആൻ കൊണ്ട് രാത്രിയിൽ നിന്ന് നിസ്കരിക്കുകയും പകലിൽ അത് പാരായണം ചെയ്യുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. വേറെ ചില റിവായത്തിൽ തഅല്ലംതുൽ ഇൽമ വ അല്ലംതുഹു വ ഖറഅതു ഫീകൽ ഖുർആൻ ഞാൻ അറിവ് പഠിച്ചു, അത് പഠിപ്പിച്ചു കൊടുത്തു, ഖുർആൻ പാരായണം ചെയ്തു എന്നെല്ലാം പറയും. ഫയഖൂലു അല്ലാഹു അസ്സ വജൽ ഈ വ്യക്തി ഇത് പറയുമ്പോൾ അല്ലാഹു തആല പറയും, കദബ്ത നീ പറഞ്ഞത് കളവാണ്. വതഖൂലു ലഹുൽ മലായിക മലക്കുകൾ പറയും, കദബ്ത നീ പറഞ്ഞത് കളവാണ്. വയഖൂലു അല്ലാഹു തബാറക വതആല അല്ലാഹു തആല പറയും, ബൽ അറദ്ത അൻ യുഖാൽ ഫുലാനുൻ ഖാരിഉൻ വഖദ് ഖീല ദാലിക് നീ ഉദ്ദേശിച്ചത് ഇന്ന ആള്, ഈ വ്യക്തി ഇന്ന ആള് നല്ല ഖുർആൻ പാരായണം ചെയ്യുന്ന ആളാണ്, ഖുർആനിൽ അറിവുള്ള ആളാണ് എന്ന് നീ കേൾക്കണമെന്നാണ് നീ ആഗ്രഹിച്ചത്, അത് നിനക്ക് കേട്ടിട്ടുമുണ്ട്. വയുഅ്താ ബിസാഹിബിൽ മാൽ രണ്ടാമത്തേത് സമ്പത്തുള്ള ആളെ വിളിക്കും. ഫയഖൂലു അല്ലാഹു അസ്സ വജൽ എന്നിട്ട് അല്ലാഹു തആല ചോദിക്കും, അലം ഊസഅ അലൈക ഹത്താ ലം അദഅക തഹ്താജു ഇലാ അഹദിൻ ഞാൻ നിനക്ക് മറ്റൊരാളിലേക്ക് ആവശ്യക്കാരനാകേണ്ടതില്ലാത്ത വിധം നിനക്ക് സമ്പത്ത് വിശാലമാക്കി തന്നില്ലേ? ഖാല ബലാ യാ റബ്ബി ആ വ്യക്തി പറയും, അതേ റബ്ബേ പറയും. ഖാല ഫമാദാ അമിൽത ഫീമാ അതൈതുക് നിനക്ക് ഞാൻ നൽകിയത് കൊണ്ട് നീ എന്താണ് ചെയ്തത് എന്ന് ചോദിക്കും. ഖാല കുൻതു അസിലു റഹിം അദ്ദേഹം പറയും, ഞാൻ അതുകൊണ്ട് കുടുംബബന്ധം ചേർത്തു. വ അതുസദ്ദഖു ഞാൻ അത് സദഖ നൽകി. ഫയഖൂലു അല്ലാഹു ലഹു കദബ്ത അല്ലാഹു അവനോട് പറയും, നീ കളവാണ് പറയുന്നത്. വതഖൂലുൽ മലായിക മലക്കുകൾ പറയും, കദബ്ത നീ പറഞ്ഞത് കളവാണെന്ന് പറയും. വയഖൂലു അല്ലാഹു തബാറക വതആല അല്ലാഹു തആല സമയം പറയും, ബൽ അറദ്ത അൻ യുഖാല ഫുലാനുൻ ജവാദുൻ വഖദ് ഖീല ദാലിക് എന്നിട്ട് പറയും, നീ ഉദ്ദേശിച്ചത് നീ ഔദാര്യവാനാണെന്ന് ആളുകൾ പറയണം, അത് കേൾക്കണം, അത് കേട്ടിട്ടുണ്ട്. വയുഅ്താ ബില്ലദീ ഖുതില ഫീ സബീലില്ലാഹ് എന്നിട്ട് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ കൊല്ലപ്പെട്ട വ്യക്തിയെ കൊണ്ടുവരും, ഷഹീദായ വ്യക്തിയെ കൊണ്ടുവരും. ഫയഖൂലു അല്ലാഹു ലഹു ഫീമാദാ ഖുതിൽത അല്ലാഹു തആല ചോദിക്കും അയാളോട്, നീ എന്തിനാണ് കൊല്ലപ്പെട്ടത്? ഫയഖൂൽ ഐ റബ്ബി എന്റെ റബ്ബേ അമർത ബിൽ ജിഹാദി ഫീ സബീലിക് നീ കൽപ്പിച്ചു നിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാൻ. ഫഖാതൽതു ഹത്താ ഖുതിൽതു ഞാൻ കൊല്ലപ്പെടുന്നത് വരെ നിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തു. ഫയഖൂലു അല്ലാഹു ലഹു അല്ലാഹു ആ വ്യക്തിയോട് പറയും, കദബ്ത നീ പറഞ്ഞത് കളവാണ്. വതഖൂലുൽ മലായിക കദബ്ത മലക്കുകളും പറയും, നീ പറഞ്ഞത് കളവാണ്. വയഖൂലു അല്ലാഹു പറയും, ബൽ അറദ്ത അൻ യുഖാല ഫുലാനുൻ ജരീഉൻ പക്ഷെ നീ ആഗ്രഹിച്ചത് നീ ഉദ്ദേശിച്ചത് ആളുകൾ പറയണം നീ നല്ലൊരു പോരാളിയാണെന്ന് പറയണം. ഫഖദ് ഖീല ദാലിക് നീ അത് കേട്ടിട്ടുണ്ട്. ثم ضرب رسول الله صلى الله عليه وسلم على ركبتي فقال അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഇത് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്റെ തോളിൽ അടിച്ചുകൊണ്ട് പറഞ്ഞു, യാ അബാ ഹുറൈറ ഏ അബാ ഹുറൈറ ഉലൈക الثلاثه اول خلق الله تسعر بهم النار يوم القيامه ഇതാണ് അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ആദ്യമായി നരകം കത്തിക്കപ്പെടുന്ന ആളുകൾ ഈ മൂന്ന് ആളുകളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി. ഇതിന്റെ കുറച്ച് ബാക്കിയായിട്ട് കാണാം. قال الوليد ابو عثمان المدني واخبرني عقبة ان شفيا هو الذي دخل على معاويه فاخبره بهذا ഇതേ താബിഈ മുആവിയ റളിയല്ലാഹുവിന്റെ അടുക്കൽ എത്തിയിട്ട് ഈ ഹദീസ് മുആവിയ റളിയല്ലാഹു പറഞ്ഞു കൊടുത്ത ഒരു സംഭവമുണ്ട്. അതായത് അബൂ ഹുറൈറ റളിയല്ലാഹുവിൽ നിന്ന് ഈ ഹദീസ് കേട്ടിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു
ഇങ്ങനെ പറഞ്ഞു എന്ന് മുആവിയ റളിയല്ലാഹുവിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു. ഖാല അബൂ ഉസ്മാൻ, ആ സംഭവം ഉദ്ധരിക്കുകയാണ്. വഹദ്ദസനി അലാ ഇബ്നു അബി ഹക്കീം അന്നഹു കാന സയ്യാഫൻ ലിമുആവിയ ഖാല ഫദഖല അലൈഹി റജുലുൻ ഫഅഖ്ബറഹു ബിഹാദാ അൻ അബീ ഹുറൈറ. ഈ താബിഈ അബൂ ഹുറൈറയുടെ അടുക്കൽ നിന്ന് വന്ന് മുആവിയ റളിയല്ലാഹുവിന്റെ അടുക്കൽ ഇങ്ങനെ അബൂ ഹുറൈറ ഉദ്ധരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഫഖാല മുആവിയ, ഈ ഹദീസ് കേട്ടപ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹു പറയാണ്, ഖദ് ഫുഇല ബിഹാഉലാഇ ഹാദാ, ഈ മൂന്നാളെ കൊണ്ട് ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അതായത് മഹത്തായിട്ടുള്ള കർമ്മങ്ങളാണ്. ഖുർആൻ പഠിക്കുകയും സമ്പത്ത് ദാനം ചെയ്യുകയും അതുപോലെ തന്നെ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഷഹീദായി മരിക്കുകയും ചെയ്തു. ഫകൈഫ ബിമൻ ബഖിയ മിനൻ നാസ്, അപ്പോൾ ബാക്കിയുള്ള ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും? ثم بكى معاوية بكاء شديدا, ഇതും പറഞ്ഞ് മുആവിയ റളിയല്ലാഹു അൻഹു വളരെയധികം ശക്തമായി കരയാൻ തുടങ്ങി. ഹത്താ ظننا انه هالك, അപ്പോൾ ഉദ്ധരിക്കുന്ന ആളുകൾ പറഞ്ഞു, ചുറ്റുള്ളവർ വിചാരിച്ചു മുആവിയ റളിയല്ലാഹു അൻഹു മരിച്ചു പോകും. ആ ഒരു അവസ്ഥയിൽ കരയാൻ തുടങ്ങി. وقلنا قد جاءنا هذا الرجل بشر, ഒപ്പമുണ്ടായിരുന്ന ആളുകൾ പറഞ്ഞു, ഇയാൾ വന്നത് ഒരു ഷർറ് കൊണ്ടാണല്ലോ, ഹദീസ് പറഞ്ഞത് ഒരു ഷർറ് കൊണ്ടാണല്ലോ വന്നത്. ثم افاق معاوية, അങ്ങനെ മുആവിയ റളിയല്ലാഹു അൻഹു കുറച്ചു കഴിഞ്ഞ് ഈ കരച്ചിൽ നിന്ന് കഴിഞ്ഞപ്പോൾ വമസ്ഹൻ വജ്ഹിഹി, മുഖം തുടച്ചുകൊണ്ട് പറഞ്ഞു, വഖാല സദഖല്ലാഹു വറസൂലുഹു, അല്ലാഹുവും റസൂലും സത്യം പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് ഖുർആനിലെ ഈ ആയത്ത് പാരായണം ചെയ്തു. മൻ കാന യുരീദുൽ ഹയാത്തദ് ദുനിയ വസീനതഹ, ആരാണോ ദുനിയാവും അതിന്റെ അലങ്കാരങ്ങളും ഉദ്ദേശിക്കുന്നത്, നുവഫി ഇലൈഹിം അഅമാലഹും ഫീഹാ, അവർക്ക് അവരുടെ കർമ്മങ്ങൾക്ക് അനുസൃതമായത് ദുനിയാവിൽ തന്നെ നൽകും. ഫഹും ഫീഹാ ലാ യുബ്ഖസൂൻ, ദുനിയാവിൽ അവർക്ക് നഷ്ടം വരാൻ പോണില്ല. ദുനിയാവിൽ അവർക്ക് കിട്ടവരെന്താണ് ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഉലൈകല്ലദീന ലൈസ ലഹും ഫിൽ ആഖിറതി ഇല്ലന്നാർ, പക്ഷേ നാളെ പരലോകത്ത് അവർക്ക് നരകമല്ലാതെ മറ്റൊന്നുമില്ല. വഹബിത മാ സനഉ ഫീഹാ വബാതിലുൻ മാ കാനൂ യഅമലൂൻ, അവർ ദുനിയാവിൽ ചെയ്തു കൂട്ടിയതെല്ലാം നിഷ്ഫലമായി പോകുന്ന, ഇല്ലാതായി പോകുന്ന അവസ്ഥയാണ് പരലോകത്ത് ഉണ്ടാവുക എന്നുള്ള ആയത്ത് മുആവിയ റളിയല്ലാഹു അൻഹു പാരായണം ചെയ്യുക. രണ്ട് ശ്രേഷ്ഠരായ സ്വഹാബികളെ അങ്ങേയറ്റം കരയുന്ന ഒരു അവസ്ഥയിലാക്കിയിട്ടുള്ള ഒരു ഹദീസാണത്. യഥാർത്ഥത്തിൽ ചിന്തിച്ചാൽ അത്രയും ഗൗരവമുള്ള കാര്യം. ഇവിടെ ഈ മൂന്നാളുകളും ചെയ്ത കർമ്മം ഏറ്റവും ശ്രേഷ്ഠമായതും അഫ്ളലായിട്ടുള്ള കർമ്മമാണ്. പക്ഷേ അവർക്ക് റിയാ, ആളുകൾ കാണണം, ആളുകൾ കേൾക്കണം എന്നുള്ളതിന്റെ പേരിൽ ഇഖ്ലാസ് നഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രം നാളെ നരകത്തിലേക്ക് എറിയപ്പെടുന്ന ആദ്യത്തെ ആളുകളായിട്ട് ഈ കൂട്ടൻ മാറിയിട്ടുണ്ട്. അതാണ് മുആവിയ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അവരെ കൊണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും? അപ്പോ നമ്മൾ വീണ്ടും വീണ്ടും നമ്മുടെ ഇഖ്ലാസിനെ പരിശോധിച്ചുകൊണ്ടേയിരിക്കുക. എന്നിട്ട് മുആവിയ റളിയല്ലാഹു അൻഹു പറഞ്ഞ ആയത്ത് നോക്കൂ, ദുനിയാവിൽ എന്തെങ്കിലും ആഗ്രഹിച്ചുകൊണ്ടാണ് ഒരാൾ എന്തെങ്കിലും ചെയ്യുന്നത് എങ്കിൽ, നമ്മുടെ കർമ്മങ്ങൾ ദുനിയാവിൽ എന്തെങ്കിലും കാര്യമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അള്ളാഹ് അത് കൊടുക്കും, അള്ളാഹിന്റെ സുന്നത്താണത്. പക്ഷെ അവർക്ക് ദുനിയാവിൽ കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ പരലോകത്ത് നരകമല്ലാതെ ഒന്നും അവർക്ക് കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് റിയാ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഭയപ്പെടേണ്ട കാര്യമാണ്. നമ്മുടെ ഇഖ്ലാസിനെ എത്ര നല്ല കർമ്മമാണെങ്കിലും ഈ കർമ്മമാണെങ്കിലും ഇഖ്ലാസ് ഇല്ലെങ്കിൽ അത് പൊളിഞ്ഞു പോകും. നമ്മൾ ആ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക. അല്ലാഹു തആല നമ്മുടെ കർമ്മങ്ങളെല്ലാം ഇഖ്ലാസോടു കൂടി അവന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമുള്ളതായി ആക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.